ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞങ്ങളുടെ BSc കാർഡ് IPSG എന്ന് പറഞ്ഞൊരു ചെറിയ പ്രോഗ്രാം നടക്കുന്നുണ്ട്. IPSGയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അവരത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ വിചാരിച്ചല്ല, ഞാൻ കാണിച്ചു തരാം. എല്ലാവരും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് അവരുടെ പ്രോഗ്രാം തുടങ്ങുമെന്ന് പറഞ്ഞ് ഞങ്ങളും രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ക്ലാസ്സിൽ കയറണ്ട. ഇങ്ങനെ എന്തായാലും നോക്കാം. എന്തെന്ന് പോവാൻ ഇന്ന് ക്ലാസ്സിലത് റെഡി ആവാതിരിക്കും. നിങ്ങൾക്ക് 9 മണിക്കല്ലേ എന്തൊക്കെയെന്ന് പറഞ്ഞാലും. ഹായ് സാനിയ. നീ വായിര്, ഞാൻ കേക്കട്ടെ. An ounce of prevention is worth a pound of cure. Rightly quoted by Benjamin Franklin. ഊത്തപ്പം ഇന്നത്തെ ഫുഡാണ്. ഊത്തപ്പം കഴിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ നേരെ ക്ലാസ്സിൽ പോകാൻ പോവാണ്. പെർസില റെഡി ആവാനേ ഉള്ളൂ. എപ്പോഴും ഞങ്ങൾ പോയി ക്ലാസ്സിൽ ഇരിക്കട്ടെ. കാരാ നമുക്ക് പ്രോഗ്രാമിൽ വെച്ച് കാണാം. ബൈ. ടെൻഷൻ ഉണ്ടോ ഗിഫ്റ്റ്? നിന്റെ മുഖത്തത് എഴുതിയിട്ടുണ്ട്. ഇവിടെ വെറുതെ നിൽക്കുന്നു. നോക്കിയപ്പോൾ സൈഡിൽ നിന്ന് എന്തോ വന്നിട്ട് തലയും കൊണ്ട് ജീവ ഒളിച്ച് തന്നോണ്ട്. എന്തായാലും ഞാൻ ശരിക്കും വിചാരിച്ചടി നീ എന്ത് ചെയ്യണേന്ന്. ഇവിടെയൊക്കെ കയറ്റി വെക്കുന്നത് അല്ലേ. നോക്കൂ, എന്നെ വീഡിയോ എടുക്കാൻ വിളിച്ച് ക്ലാസ്സിൽ നിന്ന് ഞാൻ വേണ്ട. എൻ്റെ ഗോളുണ്ട്. ഗോൾ 2 ആണ്. IPSC ഗോൾ 2 ആണ്. ഞാൻ എല്ലാവരും നമ്മൾ IPSCക്ക് 6 ഗോൾസ് ഉണ്ട്. അത് അവിടെ ഇവിടെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയുന്നില്ല. ഫസ്റ്റ് വൺ ഐഡന്റിഫൈ ദ പേഷ്യന്റ് കറക്റ്റ്ലി, സെക്കൻഡ് വൺ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, തേർഡ് വൺ എന്നെ ഒന്ന് അറിയാം നേഴ്സിംഗ് പഠിക്കുക പോലെ. എനിക്ക് കഴിഞ്ഞ ഓണത്തിന് ഇതുപോലെ ഞാൻ പുലിക്കളിക്ക് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വിളിച്ചിട്ട് എടി നാണോ എടുക്കാതെ എടി വീഡിയോ ഒന്ന്. എൻ്റെ പഴയ ഫോണിൽ കിടക്കും ആ വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം. ഞാനാണ് വീഡിയോ എടുക്കാൻ വരുമ്പം കാണാം. ഞാൻ അവിടെ പൂക്കി എന്നെ ഉള്ളതെല്ലാം പൂക്കി പൂക്കുന്നു. പിന്നെ പിന്നെ വിളിച്ച് കളിയാക്കണം കാണിക്കുന്നവരെ കാണിക്കായിരിക്കില്ലേ പൂക്കിന്നായിരിക്കും. ഇവളൊക്കെ എന്താ ചെയ്യണ്ടേ? നല്ല കോമഡി. ഹരിയെ വേറെ ഉണ്ടോ ഇനി? വേറെ കോമഡി ഉണ്ടോ ഇനി? എല്ലാവരും അവിടെ എവിടെ ആര്യ കാണിച്ചത്? അവളാണ് ഈ കോമഡി അടിച്ചത്. ടെൻഷൻ അടിച്ചാവും. പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. ഞാൻ വിറച്ചിട്ട് എനിക്ക് അറിയത്തില്ല. എൻ്റെ പേപ്പർ ഇങ്ങനെ, എൻ്റെ മൈക്ക് ഇങ്ങനെ, എൻ്റെ തല ഇങ്ങനെ ഒരു ഫിക്സ് വന്ന ആൾക്കാരെ കിടന്ന് വിറക്കായിരുന്നു. ഈ പിള്ളേരൊക്കെ പറഞ്ഞു കാര്യം. അവളെന്ത് ഗിഫ്റ്റ് നല്ലായിരുന്നു. ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്ത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവരെന്തേലും എവിടെ പോയാലും എപ്പോൾ ഞാൻ ബ്ലോഗ് എടുത്താലും വലിയ മിങ്ങി വഴി എവിടെയെങ്കിലും കാണും. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു. അവരൊക്കെ നന്നായിട്ട് ചെയ്തു. എവിടെ ഇതിന്റെ ചീപ്പ് ചീക്കണില്ലേ? എന്റെ ചീപ്പ് ഇവിടെ എവിടേക്ക് ഉറപ്പിച്ച് വെച്ചേക്കുക. എനിക്ക് ID ബാൻഡ് ഉണ്ട്. ഞാൻ ഓർഗനൈസ് പോയി കഴിക്കട്ടെ. ഭയങ്കര വിശപ്പ്. രാവിലെ ഒന്ന് വയറ് നിറച്ച് കിട്ടി, എന്നാലും നല്ല വിശപ്പുണ്ട്. എല്ലാവരും ക്ലാസ്സിലേക്ക് പോവുക. ആൻസർ റെഡി ആയിക്കൊണ്ടിരിക്കും. ട്രീസർ റെഡി ആയിക്കൊണ്ട് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം എന്നാണ് കുറേ നേരം ഞങ്ങൾക്ക് 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ടായിരുന്നു. താഴെ ചെന്ന് ഇനി എന്താ അവിടുത്തെ പരിപാടി എന്ന് നോക്കട്ടെ. താഴെ ചെന്ന് കാണാം. നോക്കി നടക്കുന്ന എടലേ എടി ഇനി നോക്കടി. ഗൈസ് വൻപിച്ച 3G ഗൈസ്. ഞങ്ങൾ സ്വയം പുകഴ്ത്തുക. ഇങ്ങനെയൊക്കെയാണോ പുകഴ്ത്തുന്നത്? നല്ല കാര്യം പറയാം. എന്തോരം പിള്ളേർ വരുന്നത്. ഞങ്ങളുടെ ടീമിൽ ഒരു കൊച്ചിനെ കാണുന്നുകൂടിയില്ല. എന്ത് ചെയ്യുന്നത്? അതിന് എവിടെ പോയി തപ്പുന്നത്? ഞങ്ങൾ 4 പേര് നിന്ന് ഇങ്ങനെ ആവുക. എന്നെ ചെയ്യേണ്ടത് പോലും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ മാംസുമാരല്ല കേട്ടോ. മാംസുമാർ ഫസ്റ്റ് ടൈം വന്നല്ലേ, വന്നപ്പോൾ ഞങ്ങൾ സൂപ്പറായിട്ട് ചെയ്തു. എനിക്ക് ID കാർഡൊക്കെ ഉണ്ടായിരുന്നു.
ലീഡറാ, ടീം ലീഡർ. ഞാൻ എന്തായാലും ഇപ്പോൾ പോവും. എനിക്ക് അവള് താഴേക്ക് നിൽക്കാൻ പോകും. അവിടെ പാനലിൽ കൊച്ചിന് ഇവിടെ ഭയങ്കര ഫാൻസാണ്. മാംസുമാരൊക്കെ പോകുമ്പോൾ പറയും കൊച്ചു വ്ലോഗ് എടുക്കുക. എന്താ സീനാ? പിന്നല്ലേ, ഞാൻ പോകുന്നു. ബൈ ബൈ ഗൈസ്. ഗൈസ്, ഇവിടെ പാനൽ ഡിസ്കഷൻ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. എവിടെ പോയാലും കയറി വരുന്ന ഒരാളാണ് ഇത്. ഞാൻ വിളിക്കാതെ കയറി വരും. പരിപാടി ഇത്ര നേരം ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ വേറെ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ മുടി ഈ ഞാൻ ഫോട്ടോ എടുക്കാതിരിക്കാൻ വേണ്ടി ഇവളെ കാണിക്കില്ല. അറിയത്തില്ല, നിങ്ങൾക്ക് എൻ്റെ പേര് കേട്ടോ അറിയത്തില്ല. ഡോക്ടർ സുധി ഫിലിപ്പ് തോമസ്. പിന്നെ വേറൊരു മാം പറഞ്ഞു, പ്രിൻസിപ്പൽ മാമും പറഞ്ഞു, പിന്നെ ഇവരെ കോർഡിനേറ്ററും പറഞ്ഞു എല്ലാവരും പരിപാടിയൊക്കെ നല്ലതായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ബൈ ബൈ. അവിടെ കയറി നിൽക്കുന്നത് ബൈ ബൈ. ഇനി നമുക്ക് കിട്ടിയിട്ട് വീഡിയോ എടുത്തു കൊടുക്കണം. ഈ സ്റ്റേജ് ചെയ്തില്ല. ശരിയാ, ഒരാൾക്ക് സിക്കായിപ്പോയി ഇവരെ കൂട്ടത്തുള്ള. സോ അതുകൊണ്ട് അങ്ങനെ കൂടിയല്ലോ. ഇതാണ് പ്രശ്നം. ക്യാമറ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിനകത്ത് സ്പേസ് ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ബേസ്ഡ് ഓൺ IPSC ഡേ സെലിബ്രേഷൻസ് ആണ്. അടുത്ത വീഡിയോ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബുധനാഴ്ച ഞങ്ങൾ വരും അടുത്ത വീഡിയോ. എന്റെ വീഡിയോസ് ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ടായിരുന്നു? അടുത്തത് ഹാർഡ് ഡേ ആണ്. അതിൽ ഞാൻ ഫോളോ ചെയ്യണം. സാനിയ എലിസബത്ത് എന്നെ മെയിനായിട്ടും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ അഹല്യം നോക്കിയാലും കിട്ടത്തില്ല. 2 അക്കൗണ്ട് ഉണ്ട്. എനിക്കറിയാം, വലുതായിട്ടൊന്നും ഇല്ല. ഞാൻ കുറച്ച് IPSC പ്രോഗ്രാം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ കമന്റ് ലൈക്ക് ഒക്കെ ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ, നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ചൊക്കെ എന്തൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എന്തൊക്കെ പറയാനുണ്ടോ എല്ലാം നിങ്ങൾക്ക് കമന്റ് പറയാം. ഞങ്ങൾ എങ്ങനെയായാലും നല്ലതായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചന്ദ്ര വീഡിയോ നല്ല കഷ്ടപ്പെട്ടിട്ട് അവിടെ എഡിറ്റ് ചെയ്ത് എടുക്കുന്നൊക്കെ ആകുമ്പോൾ നിങ്ങൾ അവിടെ ഉറപ്പായിട്ടും അവൾ പറഞ്ഞു. ഇല്ല, അവൾ അങ്ങനെയൊന്നും പറയില്ല. ഞങ്ങൾ തന്നെ പറഞ്ഞതാണ് അവള് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ശരിക്കും അവള് സപ്പോർട്ട് ചെയ്യണം. പാവമുണ്ട്. ഞങ്ങളൊക്കെ കറങ്ങി നടന്ന് അവള് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളെല്ലാവരും ചെയ്യണം. ഹാർഡിക്ക് ഞാൻ ഉണ്ടോന്ന് അറിഞ്ഞു. കിട്ടുന്നത് മാം. ഞങ്ങളൊരു ഫോട്ടോഷൂട്ടിന് ഒരാൾക്ക് അഹല്യയുടെ എൻ്റെ എല്ലാം ഞങ്ങളുടെ എല്ലാ അക്കൗണ്ടിൽ കാണും. നിങ്ങൾ പോയി അക്കൗണ്ട് നോക്കണം. നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ, ബൈ ബൈ. ബൈ. ഞാൻ എന്തായാലും ഇവിടെമാർക്ക് കുറച്ച് ഫോട്ടോ വേണമെന്ന്. ആര്? ശരി, എന്നാ റീലെടുക്കാൻ വേണ്ടി ഒരു ടോപ്പ് മാറിക്കൊണ്ടിരിക്കുന്ന ട്രീസിയാണ് നിങ്ങൾ കാണുന്നത്. ഒരു 5-6 ടോപ്പെങ്കിലും പെട്ടു നോക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടില്ലേ മോഹം ഇരിക്കുന്ന ഡ്രസ്സ് ശരിയാവാത്തേന്. എനിവേസ്, ഞങ്ങൾ അപ്പുറത്തോട്ട് പോയി ഹന്നയ്ക്ക് ഫോട്ടോ എടുക്കാം. ഹന്ന എന്ത് നാണ്ട ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലേ? അതെ, വീഡിയോ എടുത്തോണ്ടോ? ഇവിടെ ഒരു നല്ല രസമായിരിക്കും ഇവിടെ വെയിലത്ത്. ഇവിടുത്തെ ഫോട്ടോ അല്ലേ? ചായ കുടിക്കാൻ പോവേണ്ട എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. റീല് മാത്രം നടന്നില്ല, അതിന് ഹോസ്റ്റലിൽ ചെന്നിട്ട് അല്ലേ? എന്തടി എല്ലാവരും ചത്ത പോലും നടക്കണേടി. ഒരു ആക്റ്റീവ് ഇല്ല. കഴിഞ്ഞ നേരത്തെ വീഡിയോ ഓണാക്കി ഇങ്ങനെ ഓണാണ് എല്ലാവരും. എന്ത് പറ്റി? ഓണാണ്. ചായ കുടിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം. എന്നാ പറ്റി ഹന്ന? നീ നോക്കി അമ്മക്ക് ഇട്ടുമായിട്ടൊക്കെ നടക്കണം. And this is Trisa Maria from Kottayam. Yeah, Elizabeth from Egypt. Idukki. And I'm Gifty Maria. Yes, she is also from Kottayam. And this is Amma Buju from Pathanamthitta.
And Ahalya from Trivandrum. Yes, TVM. ഓക്കെ, നമുക്ക് ചായ കുടിക്കാൻ എടുത്ത് കാണാം. Tea time. അല്ല അല്ല guys, ഞാൻ 4 ആൾക്കാരെ കണ്ടു. ഇനി എൻ്റെ വീഡിയോ എടുപ്പൊന്നും നടക്കില്ല. എല്ലാവരും ശ്രദ്ധിക്കുന്നു. അലമ്പ ഗൈസ്, എവിടെ ചെന്നാലും ഞങ്ങൾ അലമ്പ് തന്നെ കാണിക്കാം. ഞങ്ങൾ വെറും അലമ്പാണ്. ഓക്കെ, അത് സെറ്റ്, അത് കാണില്ല. ഫോട്ടോ എടുപ്പൊക്കെയാണ്. പിള്ളേരാട്ടോ, ലക്ഷ്മിയിലാണോ ജയിലാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല പിള്ളേർ. ഫോട്ടോ എടുക്കും, എല്ലാവരും എടുക്കും, ഞങ്ങളും എടുക്കും. നമ്മളും ഇവളെ മരീനെ ഞാൻ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകത്തില്ല. കഴിഞ്ഞ ദിവസം എല്ലാം ഞാൻ ഇവരെ വന്നെടുത്തപ്പോൾ ഞാൻ ഒന്നും എടുക്കാൻ ഇന്ന് വന്നപ്പോ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല. പിന്നെ ഒരു 500 ഫോട്ടോ ഇൻസ്റ്റയിലൊന്ന് പോയി നോക്കുക കേട്ടോ, നല്ലതായിരിക്കും. ചുമ്മാ അവളെക്കാട്ട് സൂപ്പറാ. എനിവേസ് ഗൈസ്, നമുക്ക് ചായ എടുക്കുന്നതാണ്. നല്ല കുട്ടികളെ എൻ്റെ ഡ്രസ്സ് മാറിയിട്ട് ചാടിക്കാൻ പോകാന്ന് വിചാരിച്ചു അല്ലേ? എങ്ക പത്താലും നിങ്ങൾ ഭൂമി കയറിക്കുന്നതാണ്. 5-6 ബോട്ടിൽ കൈ വരും. എൻ്റെ അല്ല കേട്ടോ, ഇത് 3 സൈഡും. അതാ ഞാനും പറഞ്ഞു. ചായ തലയിൽ പക്ഷെ കാതിലിടാൻ വേണ്ടി കൊടുത്തു കിട്ടി. ഏതാണ്ട് ഇവിടെ ഒരു ചായയുടെ കപ്പിന് വെച്ചേക്കുന്നു. ക്രിയേറ്റിവിറ്റി കൂടിപ്പോയി, ക്രിയേറ്റിവിറ്റി. എന്റെ കമ്മൽ കണ്ടപ്പോ കപ്പ് എന്നോട് പറഞ്ഞു എനിക്ക് കമ്മലില്ലെന്ന്. അപ്പോൾ ഞാൻ കമ്മൽ ഇട്ട് കൊടുത്തു എന്റെ കപ്പിന്. നോക്കൂ, എന്റെ പാവം കമ്മലി നീ ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോ. ഞാനേ വന്നപ്പം ഒന്ന് ട്രീസ് അന്വേഷിച്ച് വന്നപ്പോൾ ഇവളാണെങ്കിൽ ഇതാണ്ട് ഇതും തേട്ടോണ്ട് ഞാൻ തേച്ചുകൊണ്ടിരുന്നു, പീനട്ട് ബട്ടർ. അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് ഞാൻ എൻ്റെ ബ്രെഡ് പോയി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളിഞ്ഞ് തേച്ച് എടുക്കണം. സോറി, അവളെ അല്ല തേക്കണം കേട്ടോ, പീനട്ട് ബട്ടർ ബ്രെഡ് തേച്ച് കൊടുക്കാം. ഞാൻ പണ്ടേ ഒരു തമാശക്കാര് തന്നെ പോയിങ്ങോട്ട്. ഇതൊന്നും നിങ്ങൾ കാര്യമാക്കി എടുക്കണ്ട. എന്റെ കുറുമ്പുകളാണിത്, കുട്ടി കുറുമ്പുകൾ. ഞങ്ങൾ പിന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് മെന്റൽ ആയെന്നെങ്കിലും പറയാം. ഇതങ്ങനെയാണോ? പോകുന്നതിന് മുന്നേ മെന്റലാ. നീ പോയി കഴിഞ്ഞാൽ പഠിക്കുന്നതിന്റെ മെന്റലിസമാണ്. നേഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കമന്റ് സെക്ഷനിൽ വരിക, എന്നിട്ട് ഉത്തരം പറയുക. ഇതിന് നമ്മൾ ആക്ച്വലി ഒരു ലൈവ് പോകണ്ടായിരുന്നു അഹില്യ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഞാനേ യൂട്യൂബിൽ ലൈവ് പോവാം ഗൈസ്, ചുമ്മാ ഒരു ഫൺ, ആരൊക്കെ വരണമെന്ന് കാണാനല്ല. ഓക്കെ ഗൈസ്, നമുക്ക് യൂട്യൂബിൽ കാണാം. ആൻഡ് ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ ദിവസമല്ലേ. ഇനി പോയാൽ ഡിന്നർ കഴിക്കണം, അങ്ങനത്തെ പരിപാടി. ഇനി റീൽ എടുക്കാണ്ട് അവിടെ വെച്ചും നടന്നില്ല, ഒരു ഡയലോഗാണ് റീലെന്ന് പറഞ്ഞാൽ. അപ്പം അതുടനെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. യു ഓൾ ക്യാൻ സീ ദേർ. അപ്പൊ എല്ലാരും ഇൻസ്റ്റ ചെല്ലുക, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. ഞാൻ ഇതും കഴിച്ചിട്ട് ഞാൻ റീലും ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചില്ല് ചെയ്യട്ടെ. അപ്പൊ എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങും. ഇല്ല, എനിക്ക് ഇപ്പം ഞാൻ എടുത്ത ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.